ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 49, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡിവിഷനിലേക്ക് കടക്കുമ്പോൾ കുട്ടികളോട് എന്താണ് പറയേണ്ടതെന്ന് പലരും ആലോചിക്കും. എൻ്റെ കുറഞ്ഞൊരനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ അവരോടൊന്നും പറയണം. കുട്ടികൾക്ക് ഇൻസ്പിരേഷൻ, മോട്ടിവേഷൻ, ഗൈഡൻസ് എന്നീ 3 സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയോടൊപ്പം ദിവസവും 1/2 ഗുളിക വീതം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇൻസ്പിരേഷനും മോട്ടിവേഷനും മലയാളത്തിൽ പ്രചോദനം തന്നെ, പക്ഷേ അല്പം വ്യത്യാസമുണ്ട്. ഇൻസ്പിരേഷൻ മാനസികമായി കൊടുക്കുന്ന ഉത്തേജനമാണ്, അതേസമയം മോട്ടിവേഷൻ ഒരു ക്രിയയ്ക്ക് നൽകുന്ന യുക്തിസഹമായ കാരണവും. ഗൈഡൻസ് എന്നാൽ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കൊടുക്കുന്ന അറിവ് അല്ലെങ്കിൽ ഉപദേശവുമാണ്. ഇവ 3ഉം നന്നായി രക്തത്തിൽ കലരാനിടയായാൽ ആരുടെയും ജീവിതം വിജയിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ്റെ മകൻ എന്നെ കാണാൻ വന്നു. ദൂരെ ഒരു സ്വപ്നതുല്യമായ ജോലിക്ക് വേണ്ട അഭിമുഖത്തിന് പോവുകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് അവൻ ശ്രദ്ധിക്കാത്ത ഒരരക്ഷിതാവസ്ഥ പ്രകടമായിരുന്നു. ഏതൊരുവനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിതമായ സർവ്വതും പ്രപഞ്ചത്തിൻ്റെ ഉള്ളംകൈയിൽ പൊന്നുപോലെ സംരക്ഷിക്കപ്പെടുന്നുവെന്നും ഓരോരുത്തർക്കുമുള്ളത് അർഹിക്കുന്നതിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ അവനോട് പറഞ്ഞു. അർഹതപ്പെടാൻ മാത്രം മൂല്യബന്ധിതമായി വളരുകയെന്നതാണ് പ്രധാനമെന്നത് അവനൊരു പുതിയ അറിവായിരുന്നിരിക്കണം. ദൈവമെന്ന ബോധതലത്തെ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ ഒരു കാന്തിക രേഖ പടർന്നാലും അതിനിടയിലുള്ളത് സൂക്ഷ്മമായ ഒരു ശൂന്യതയാണെന്നും ആ ശൂന്യതയില്ലാത്ത ഒരു കോശം പോലും യാതൊന്നിനുമില്ലെന്നും ദൈവമെന്ന ആത്യന്തിക ചേതന കൊണ്ട് നാം ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുന്നുവെന്നും അതിനേക്കാൾ വലിയൊരു മഹാശക്തി ആരെയും സഹായിക്കാൻ ലഭ്യമല്ലെന്നും അന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ ശൂന്യതയാണ് ദൈവമെന്ന് കാണാൻ അവന് ബുദ്ധിമുട്ടുണ്ടായില്ല, അതവനെ പ്രചോദിപ്പിച്ചു എന്ന് തോന്നി. ബഹുഭൂരിപക്ഷവും ഈശ്വരൻ തരുന്ന സമൃദ്ധി കാണാത്തവരുടെ പട്ടികയിലാണ്. അന്തരീക്ഷത്തിലുള്ള വായു ശ്വസിച്ചു തീർക്കാനോ ഭൂമിയിലുള്ള ജലം കുടിച്ചു തീർക്കാനോ മനുഷ്യനാവില്ല. ദൈവം കൊടുത്തിരിക്കുന്ന എന്താണ് പരിമിതമായിട്ടുള്ളത്? ഓരോരുത്തരുടെയും ശ്വാസകോശം അതിൻ്റെ ശേഷിയുടെ 15% മാത്രമേ പലരും ഉപയോഗിക്കുന്നുള്ളൂ. ബുദ്ധിയുടെ 18% മാത്രമേ ഐൻസ്റ്റൈൻ പോലും ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ പരിമിത ചിന്ത കൊടുക്കുന്ന മതങ്ങൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കാനേ ഇടയുള്ളൂ. അടുത്ത ദിവസം ആ കുട്ടി പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ 99 പേർ പങ്കെടുത്തു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ തിരഞ്ഞെടുത്തത് ഒരേ ഒരാളെ മാത്രം, ഈ കുട്ടിയെ. അവൻ്റെ മുഖത്ത് മാത്രമായിരുന്നിരിക്കണം ഈ ജോലി ഇല്ലെങ്കിലും എനിക്ക് മറ്റൊന്നുണ്ടാവുമെന്ന ആത്മവിശ്വാസം ത്രസിച്ചു നിന്നത്. ഈശ്വരനൊപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും തനിക്കുള്ളത് ഒരളവ് പോലും കുറയാതെ അവൻ തന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അന്യനിമിഷം വേർതിരിച്ചറിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന ഒരുവനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും? ഈശ്വരൻ എവിടെങ്കിലും മുട്ടുകുത്തുന്നുവെങ്കിൽ അത്തരക്കാരുടെ മുമ്പിലായിരിക്കാനേ ഇടയുള്ളൂ. നന്ദി. വീണ്ടും കാണാം.